ഹായ്, അടിപൊളി ഒരു ജാം കണ്ടില്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് കപ്പങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അതിനായി നമ്മുടെ കപ്പങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗം മാത്രം എടുത്ത് അതിൻ്റെ നാരും കുരു എല്ലാം കളഞ്ഞത് ഇതുപോലെ പൾപ്പ് മാത്രം എടുത്തിട്ട് ഒന്ന് നമ്മുടെ കടകോലോ മരത്തവയോ ഉപയോഗിച്ചിട്ട് ഉടച്ചിട്ട് നമ്മൾ ഇതേമാതിരി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. കാരണം അതിൻ്റെ അളവറിയണം. എന്നിട്ട് ഞാനത് തിളപ്പിക്കാനുള്ള ഒരു കട്ടിയുള്ള സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. എന്നിട്ട് അതേ കപ്പങ്ങ പൾപ്പിൻ്റെ അളവിൽ തന്നെ പഞ്ചസാര എടുത്തു വെച്ചു. ഇനി നമ്മുടെ കപ്പങ്ങ പൾപ്പ് തിളയ്ക്കാൻ തുടങ്ങിയ സമയത്ത് കുറേശ്ശെയായിട്ട് നമ്മുടെ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മീഡിയം തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. മരത്തിൻ്റെ തവി കൊണ്ട് തന്നെ ഇളക്കി. അങ്ങനെ ഇളക്കി അതിങ്ങനെ കുറുകി വരുന്ന നമ്മുടെ ജാമിൻ്റെ പാകമൊക്കെ ഏകദേശമായി തുടങ്ങുന്നെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ അത് പോരാത്തതിന് നമ്മുടെ തവി കൊണ്ടൊന്ന് പയ്യെ പൊക്കി ഒഴിച്ചാലും അറിയാൻ പറ്റും. ജാമ് തവിയിൽ ഇങ്ങനെ പിടിക്കാണ്ട് ഇങ്ങനെ വെള്ളം പോലെ എന്നുള്ളത് മാറിയിട്ട് വിട്ട് പോരും. പിന്നെ അതൊന്നും കൂടാണ്ട് നമുക്കറിയാനുള്ളൊരു മാർഗ്ഗമാണ് ഉണങ്ങിയ ഒരു പ്ലേറ്റിലേക്ക് ഒരു തുള്ളി ജാം ഒഴിച്ച് വെച്ചിട്ട് നല്ലപോലെ തണുക്കാൻ അനുവദിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ആ പ്ലേറ്റ് ഒന്ന് ചരിച്ച് പിടിച്ചാൽ നമ്മുടെ ജാമൊക്കെ വിട്ടു പോരുന്ന പോലെ പോന കാണാം. എന്തായാലും ഞാൻ ആ പ്ലേറ്റിൽ തണുക്കാൻ വെച്ച സമയം കൂടി ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ ജാം തണുത്ത് വന്ന പാകം ഉണ്ടല്ലോ, നമ്മൾ ഒഴിച്ചു വെച്ച ജാം തണുത്ത് വന്ന പാകം വരെ അത് തിളപ്പിച്ചു. ആ പാകത്തിന് നിർത്തിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് ജാമിൻ്റെ പാകത്തിലായി കിട്ടിയത്. ഈ പ്ലേറ്റിൽ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ജാമായി എന്നുള്ളത്. എന്തായാലും നമ്മുടെ അടിപൊളി ജാമൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളൊരു ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജാമൊക്കെ വാങ്ങി തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും കാണുമ്പോൾ ബൈ.